ഹരിയാനയിലെ പഞ്ച്കുലയിൽ വ്യോമസേന യുദ്ധവിമാനം തകർന്നു വീണെന്നാണ് വാർത്ത. അംബാല വ്യോമത്താവളത്തിൽ നിന്ന് പരിശീലന പറക്കലിനിടയിലാണ് ഈ അപകടമുണ്ടായത്. പൈലറ്റ് ആ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. ബൽറാം, പൈലറ്റ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടില്ലേ? ഈ വിമാനം തകരാനിടയായ കാരണം എന്താണ് എന്നാണ് വ്യോമസേന പറയുന്നത്? ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഹഷ്മി, പൈലറ്റ് സുരക്ഷിതനാണ് എന്ന് തന്നെ വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ അപകടം ഉണ്ടായി ഈ വിമാനത്തിൽ, ജാഗർ വിമാനത്തിൽ സാങ്കേതിക തകരാർ കാണിച്ച ഉടൻ തന്നെ ഈ വിമാനത്തിലെ ഇജക്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പൈലറ്റ് ചാടി സുരക്ഷിതനായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 3:45 ഈ അപകടമുണ്ടായത്. വ്യോമസേനയുടെ ജാഗർ യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ട് തകർന്നു വീണത്. ഈ വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണം എന്ന് വ്യോമസേന അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഈ സാങ്കേതിക തകരാറിന് കാരണമായത് തുടങ്ങിയ വിഷയങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വ്യോമസേന ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ജാഗർ വിമാനം പതിവ് പരിശീലന പറക്കലിന് ആയി അംബാല എയർബേസിൽ നിന്നും പറന്നുയർന്നതാണ്. അതിനിടെയാണ് സാങ്കേതിക തകരാർ കാണിക്കുകയും വിമാനം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തത്. തുടർന്നാണ് പൈലറ്റ് സുരക്ഷിതനായി പുറത്ത് ചാടി രക്ഷപ്പെട്ടത്. വിമാനം തുടർന്ന് തകർന്നു വീഴുകയായിരുന്നു. ഹഷ്മി, ഓക്കെ, ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിമാനം ഏതാണ്ട് അവിടെ കത്തുന്നുണ്ട്. പൈലറ്റ് അതിനു മുമ്പ് തന്നെ ചാടി രക്ഷപ്പെട്ടു. പൈലറ്റ് വേറെ പരിക്കുകളൊന്നുമില്ല. ഇനി എന്താണ് സ്പെസിഫിക്കായി ആ വിമാനത്തിന് സംഭവിച്ചത്, പരിശീലന പ്രക്രിയ സംഭവിച്ചതെന്നൊക്കെ പറയേണ്ടത് വ്യോമസേനയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.